മാരേജ് ക്രൈസിസ്, മാരേജിനകത്ത് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവുന്ന സമയത്ത് ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, മറ്റേ ആൾക്ക് മാറ്റമില്ല, മറ്റേ ആൾ ശ്രദ്ധിക്കുന്നില്ല, സ്നേഹിക്കുന്നില്ല, കയറി തരുന്നില്ല, അങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ എന്താ ചെയ്യുക? അപ്പം ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുമെന്ന് കണ്ടു നിൽക്കുന്ന എല്ലാ മനുഷ്യന്മാർക്കും മനസ്സിലാവുന്നുണ്ട്. മതത്തിന്റെ നേതാക്കൾക്ക് മനസ്സിലാവുന്നുണ്ട്, നാട്ടുകാർക്ക് മനസ്സിലാവുന്നുണ്ട്, വീട്ടുകാർക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു കൈ സഹായം ചിലപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും, ചിലപ്പോൾ നിങ്ങൾക്ക് അതും കിട്ടത്തില്ല. ഇത് നിങ്ങൾ എടുക്കേണ്ട കുരിശാണ്, ഇതിങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകേണ്ടത്, ഇങ്ങനെയൊക്കെ ആളുകൾ നിങ്ങളോട് പറഞ്ഞു തരും. കാരണം പുറമെ നിൽക്കുന്നവരാണ് എല്ലാ മനുഷ്യരും. നിങ്ങൾ അനുഭവിക്കുന്ന വേദനകളുടെ ആഴം നിങ്ങൾക്ക് മാത്രം അറിയുള്ളൂ. അത് നിങ്ങളെ എന്തുമാത്രം ബാധിക്കുന്നുണ്ടെന്നും നിങ്ങൾക്ക് മാത്രം അറിയുള്ളൂ. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമുണ്ടല്ലോ, ദൈവത്തിന് മാത്രമേ ഇത്തരം വേദനകളും വിഷമങ്ങളും സംഘർഷങ്ങളും മനസ്സിലാവുന്നുള്ളൂ. നമ്മളുടെ ലൈഫ് പാർട്ട്ണർ മൂലമുണ്ടാകുന്ന സങ്കടങ്ങൾ, അല്ലെങ്കിൽ ദാമ്പത്യത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന സങ്കടങ്ങൾ, ദൈവമാണ് നിങ്ങളെ രണ്ടുപേരെയും കൂട്ടി യോജിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ദൈവത്തോട് മാത്രമാണ് നമുക്ക് ഇതൊക്കെ വിശ്വസിച്ച് പറയാൻ പറ്റുന്നതും, ദൈവത്തിന് മാത്രമാണ് ഇതിലൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്നത്. അപ്പൊ ദൈവത്തോടാണ് നിങ്ങൾ ഈ ക്രൈസിസുകളൊക്കെ ആദ്യം പറയേണ്ടത്. മനുഷ്യന്മാർക്ക് ഓരോ പെർസ്പെക്റ്റീവാണ്. പിന്നെ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് അവർ നിങ്ങളെ സഹായിക്കാനൊന്നും പോകുന്നില്ല. നിങ്ങൾ തന്നെയാണ് ഈ കുരിശെടുക്കേണ്ടത്. നിങ്ങൾ ദൈവത്തോട് ചോദിക്കുക, എനിക്ക് പറ്റാവുന്നതിന് അപ്പുറത്തായിട്ടുണ്ട് കാര്യങ്ങൾ, ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ മനസ്സിലൊരു മാറ്റം കൊണ്ടുവരും. നിങ്ങൾക്കും കുറവുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കണം, നിങ്ങൾക്കും പോരായ്മകളുണ്ട്, മറ്റാൾക്ക് മാത്രമല്ല പോരായ്മകളുള്ളത്. അപ്പം നിങ്ങളുടെ സംഘർഷങ്ങളെ നിങ്ങളെപ്പോലെ തന്നെ മനസ്സിലാക്കുന്ന ഒരാളായിട്ട് ദൈവമുണ്ട്. ദൈവത്തോട് ആലോചന ചോദിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ മാനസിക തലത്തിൽ മാറ്റം കൊണ്ടുവരുന്നു. ഇനി മറ്റാൾക്ക് മാറ്റം വരുമോ? മാറ്റം വരാത്തവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. മാറ്റം വരാം, വരാതിരിക്കാം. കുറേ കാലഘട്ടം ഒരു മാറ്റവും വരാതിരിക്കാം. 10-20 വർഷത്തോളം ഒരു മാറ്റം വരാതെ നിങ്ങൾ അതേ പാറ്റേണിലെ ദുഃഖം അനുഭവിച്ച് മുന്നോട്ട് പോകാം. അപ്പം അതിനെന്താണ് ചെയ്യാൻ പറ്റുക? അതായത് ഒരാൾ യാത്ര ചെയ്യാൻ തീരുമാനിച്ചു, ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങി മറ്റേ സ്ഥലത്ത് എന്തായാലും അയാൾക്ക് എത്തണം. അപ്പം ആ ഡെസ്റ്റിനേഷൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ദൈവമാണെന്ന് വിചാരിക്കാം. അപ്പം നിങ്ങൾ നടക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പം നിങ്ങൾ അങ്ങ് നടക്കണം. ഇടയ്ക്ക് വെച്ച് നിങ്ങളുടെ പാരൻസ് ആയിരുന്നു നിങ്ങളുടെ കൂടെ ആദ്യം നടന്നിരുന്നത്. ഒരു സമയം കഴിഞ്ഞപ്പോൾ അവരങ്ങ് മാറിപ്പോയി, നിങ്ങളങ്ങ് നടക്കാൻ തുടങ്ങി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പാർട്ട്ണർ വന്നു. ആ പാർട്ട്ണർ നിങ്ങളുടെ കൂടെ നടക്കാൻ തയ്യാറാണെങ്കിൽ അയാളുടെ കൂടെ വർത്താനൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട് അങ്ങ് മുന്നോട്ട് പോവുക. അയാൾ നിങ്ങളുടെ കൂടെ നടക്കാൻ തയ്യാറല്ല, അയാളുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് പോവാണ്, അയാൾ നിങ്ങളുമായിട്ട് നിങ്ങളുടെ യാത്രയെ തടസ്സം വെക്കുകയാണ്, നിങ്ങളെ മനസ്സിലാക്കണില്ല, നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യാണ്, അത് കാരണം നിങ്ങൾക്ക് മുന്നോട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ അയാളെ കാര്യമായിട്ട് എടുക്കാതിരിക്കുക. അതായത് അയാൾ വന്നാലും വന്നില്ലെങ്കിലും നിങ്ങൾ മുന്നോട്ട് പോയേ പറ്റൂ. പറയുമ്പോൾ ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം, ക്രൈസിസ് ഉള്ളവരുടെ കാര്യം ഞാൻ പറയുന്നത്. അതായത് നിങ്ങളെ ഒന്നിച്ചാണ് പോകേണ്ടത്, സ്നേഹത്തിലാണ് പോകേണ്ടത്, ഐക്യത്തിലാണ് പോകേണ്ടത്. ബട്ട് സപ്പോസ് ഇതൊന്നും വർക്കൗട്ട് ആവാത്തൊരു റിലേഷൻഷിപ്പിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോയേ പറ്റുള്ളൂ. നിങ്ങൾ എത്തേണ്ട ഡെസ്റ്റിനേഷനെ തീരുമാനിച്ചു വെച്ചിട്ടുള്ളതും നിന്നെ സൃഷ്ടിച്ചതും ദൈവമാണ്. അപ്പം ദൈവം എന്നെ ഒരു കൃത്യമായ പദ്ധതിയുടെ ഭാഗമായിട്ട് സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിലൂടെ നടന്ന് മുന്നോട്ട് പോയി എൻ്റെ അതിലൂടെ പൂർത്തീകരിക്കേണ്ട പദ്ധതികളൊക്കെ പൂർത്തീകരിച്ച് എനിക്ക് സ്വർഗത്തെക്കുറിച്ച് ഉള്ള ഒരു ധാരണയിലേക്ക് ഞാൻ എത്തണം. അല്ലെങ്കിൽ സ്വർഗം പ്രാപ്തിക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യണം. എനിക്കൊരു ലൈഫേ ഭൂമിയിലുള്ളൂ, അതിൽ ഞാൻ ജീവിക്കേണ്ട ഒരു ജീവിതം ദൈവം ഓൾറെഡി റിട്ടേൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അത് ഞാൻ ജീവിക്കാതിരിക്കാൻ എൻ്റെ ഈ ബന്ധം എനിക്ക് തടസ്സമാവാൻ പാടില്ല. എന്ന് വെച്ചാൽ അയാൾ വെറുക്കണമെന്നോ അയാൾ ഉപേക്ഷിക്കണമെന്നോ അയാളായിട്ട് എന്നല്ല. പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ മുന്നോട്ട് പോയേ പറ്റൂ. കാരണം ഇത് നിങ്ങളുടെ ലൈഫാണ്. ഇനി മരണശേഷം നിങ്ങൾ ആരുടെ ഭാര്യയായിരുന്നു എന്നുള്ളതിൻ്റെ പേരിലല്ലല്ലോ നമുക്ക് സ്വർഗം കിട്ടുന്നത്. നമ്മുടെ പ്രവർത്തികളുടെ കാരണം കൊണ്ടാണ്. നമ്മുടെ പ്രവർത്തികളാണ് ദൈവം അളക്കാൻ പോകുന്നത്, നമ്മൾ ചെയ്ത കാര്യങ്ങളാണ് ദൈവം അളക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു, നിങ്ങൾ ചെയ്യേണ്ട കുറേ സംഗതികളുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അവിടെ പോയിട്ട് പറയണില്ല എൻ്റെ ചേട്ടൻ സമ്മതിച്ചില്ല, അതുകൊണ്ട് ഞാൻ ചെയ്തില്ല എന്ന് പറയുമ്പോൾ ഓക്കെ, ദൈവത്തിന് അത് മനസ്സിലാവില്ല എന്ന് ഞാൻ പറയില്ല. പക്ഷെ ഒരു മനുഷ്യനെ അമിത പ്രാധാന്യം കൊടുക്കുമ്പോഴാണ് റിലേഷൻഷിപ്പിൽ കോംപ്ലിക്കേഷൻസ് കൂടുന്നത്. അതായത് ഒരു മനുഷ്യന് അയാൾ മനുഷ്യനാണ്, അയാൾ ദൈവമല്ല. അപ്പോൾ അയാൾക്ക് പോരായ്മകളും കുറവുകളൊക്കെ ഉണ്ടാവും. അയാൾക്ക് നിങ്ങളെ പോലെ തന്നെ മനസ്സിലാവില്ല, ദൈവം നിങ്ങളെ മനസ്സിലാക്കുന്ന പോലെ മനസ്സിലാവില്ല. ഒരുപക്ഷെ നിങ്ങളുടെ നന്മ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ, ദൈവം നിങ്ങളുടെ വളർച്ച ആഗ്രഹിക്കുന്ന പോലെ, നിങ്ങൾക്ക് നന്മ ആഗ്രഹിക്കുന്ന പോലെ ചിലപ്പോൾ മനുഷ്യന്മാർക്ക് കുറേ ട്രൈറ്റുകളുണ്ടല്ലോ, സെൽഫിഷ് ആവാം, ചിലപ്പോൾ ഈഗോ വർക്ക് ചെയ്യാം. സോ നിങ്ങളെക്കുറിച്ചുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കർത്താവിൻ്റെ പ്ലാനിൽ നിങ്ങൾ ഫിറ്റ് ആവുക എന്നുള്ളതാണ് നിങ്ങളുടെ ലൈഫ് ജേണിയുടെ സംഗതി. അത് സപ്പോർട്ടീവായ പാർട്ട്ണർ ആണെങ്കിൽ അങ്ങനെ ആവട്ടെ. അങ്ങനെ ആവുന്നില്ല എന്ന് കരുതി നിങ്ങളുടെ ജീവിതം നിങ്ങൾ ജീവിക്കാതിരിക്കരുത്. അത് നിങ്ങൾ ജീവിക്കുക തന്നെ വേണം. നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഇനി ശുദ്ധീകരണ സ്ഥലത്ത് പോകണോ, നരകത്തിൽ പോകാനോ ഒന്നും ദൈവം ആഗ്രഹിക്കുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ ലൈഫ് ജേണി പൂർത്തീകരിക്കാതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാനും പറ്റത്തില്ലല്ലോ. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുക. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു ജീവിതം ഉണ്ടാവണം, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു ലോകം ഉണ്ടാവണം. നിങ്ങളൊരു മനുഷ്യരിലേക്ക് നോക്കിയിരിക്കരുത്. അതൊരു തരം വിഗ്രഹാരാധന തന്നെയാണ്. നിങ്ങൾ അമിത പ്രാധാന്യം കൊടുക്കുക. ദൈവത്തേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾ പാർട്ട്ണർ എടുക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ഹാപ്പിനെസ്സുകളുടെ ആയുസ് കുറയുന്നത്.